എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് ജയിലിലാണ് എന്നുള്ള വിവരം എല്ലാം അറിഞ്ഞിട്ടാണ് അബി വീട്ടിലോട്ട് വരുന്നത് ദേവേനെ ഫ്രണ്ടിലിരിക്കുന്ന കാണുമ്പം അബി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, നിങ്ങൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചില്ലേ, അതിനേക്കാൾ ഏറെ ഹൃദയം പൊട്ടുന്ന വേദനയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് കയറി വരും. നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, നീ എവിടെ കറങ്ങാൻ പോയതായിരുന്നു എന്ന്. നേരം അബി പറയും, അമ്മായി എല്ലാ സത്യങ്ങളും അമ്മയോട് പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമാണ്, അതുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പുറത്തേക്ക് പോയത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അത് അവളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് എന്ന്. അന്നേരം അബി പറയും, എന്തൊക്കെയാണെങ്കിലും ഇതൊന്നും ഇനി നവ്യോട് പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് പറയുമ്പം ദേവേനി പറയുവാണ്, അത് നിൻ്റെയും നിൻ്റെ അമ്മയുടെയും കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ ആദർശിനെ കുറ്റപ്പെടുത്തുകയും നവ്യയെ ചൂടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ നാവ് ഇനിയും പിഴയ്ക്കും എന്ന് പറയുവാണ്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, നിനക്ക് നാണം ഉണ്ടോടാ, നിൻ്റെ ചോരയല്ലേ ഈ വീട്ടിൽ ഉള്ള ആ കൊച്ച്, അതിനെ ഒന്ന് നോക്കാറുണ്ടോ, നീ അതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാറുണ്ടോ? ഒന്നും വേണ്ട, 1 രൂപയുടെ മുട്ടായിയെങ്കിലും അതിന് മേടിച്ച് കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നീ വലിയ ആളാകുന്നു, നിന്നെപ്പോലെ ഒരു അച്ഛൻ ആ കുഞ്ഞിന് ഇല്ലാത്തതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അബി ചോദിക്കും, ഗൾഫിലേക്ക് പോയിട്ട് ആദർശേട്ടൻ വിളിച്ചായിരുന്നോ എന്ന്. അന്നേരം ദേവേനി, അതിനെപ്പറ്റി നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഏതായാലും നീ അന്വേഷിക്കാൻ വരുമൊന്നും വേണ്ട, അവൻ അങ്ങോട്ട് പോയത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്, അതുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് അവൻ ഇങ്ങോട്ട് വന്നോളും. നിന്നെപ്പോലെയല്ല, അവന് കുടുംബം എന്നുള്ള വിചാരമുണ്ട് എന്നൊക്കെ പറയുമ്പം മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് അബിക്ക്. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ, അവിടുന്ന് വിളിയൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറയും. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ദേവേനെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർക്കണം, നവ്യ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. ഇനിയും നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നവ്യയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു പറയും, നിന്നെയൊക്കെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതെല്ലാം ഭയങ്കര അനുസരണയോടെ കേട്ട് നിന്നിട്ട് അബി അകത്തേക്ക് പോകുന്നു. പിന്നെ നേരെ ചെല്ലുന്നത് ജലജയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് ജലജയോട് പറയുവാണ്, ഞാൻ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്നും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നും പലരുടെയും മുമ്പിൽ അടിമയെപ്പോലെ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കാൻ വരരുത്, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇവിടെ ഈ മാതിരി കിടന്ന് കഷ്ടപ്പെടേണ്ട അവസ്ഥ എനിക്ക് വരുന്നത്. ഇപ്പം ഒരു നിമിഷം വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല അവൾ, ആ ദേവയാനി. എന്നെക്കൊണ്ട് ഇന്ന് മുകളിലത്തെ റൂം എല്ലാം അടിച്ചു വാരി തുടപ്പിച്ചു, പണിയെടുത്ത് ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അന്നേരം അഭി പറയുന്നുണ്ട്, അത്രയും വിഷമിച്ച അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്ത തരാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. അന്നേരം ജലജ പറയും, നീ എന്നോട് കൂടുതൽ സംസാരിക്കണ്ട, നീ എന്നാ പറയാൻ പോണേ എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം, അല്ലമ്മേ, അമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദർശ് അങ്ങ് ഗൾഫിലെ ജയിലിലാണ് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാകുമോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, നീ എന്നെ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി നുണ പറയണ്ട, ഞാനത് വിശ്വസിക്കില്ല എന്ന്. അന്നേരം അമ്മ പറയും, അമ്മ ഇത് നുണയല്ല, എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആദർശ് ഇത്രയും സമയം ഇവരെ ആരെങ്കിലും വിളിക്കാതിരിക്കുമായിരുന്നോ? ഇപ്പം അമ്മായിയും നയനയും ഒക്കെ അവൻ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ സങ്കടത്തോടെ നടക്കുന്ന അമ്മ കണ്ടില്ലേ, അതെന്തുകൊണ്ടാണ് അവൻ വിളിക്കാത്തത്? അവിടുത്തെ ജയിലിലായതുകൊണ്ടാണ് അവനെ വിളിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ പറയുവാണ്, ആ നയന കരയുന്നേക്കാൾ കൂടുതൽ ആ ദേവേനെ കരയുന്നത് എനിക്ക് കാണണം. ഏതായാലും അതിനൊരു അവസരം ഉണ്ടായല്ലോ, ഇനി എല്ലാണോ കാറി സങ്കടപ്പെട്ട് ഒരു മൂലയിലിരിക്കുന്നത് എനിക്ക് കാണാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ നിന്നെ ജയിലിൽ കിടത്തിയതിന് അവർക്കും ഒരു തിരിച്ചടി കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, ഞാൻ 14 ദിവസം ജയിലിൽ പുറത്തിറങ്ങി, പക്ഷേ അവൻ്റെ കാര്യം അങ്ങനെയല്ല, അവൻ അതിൻ്റെ 10 ഇരട്ടി അവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഇവിടുത്തെ മൂർത്തിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒക്കെ ശ്രമിച്ചാലും അവന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ജലജ. അതുകൊണ്ട് തന്നെ ആ സന്തോഷം കൊണ്ട് തന്നെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജ്യൂസ് കൊടുക്കുമ്പം നയന ചോദിക്കും, എനിക്കെന്തിനാ ഇപ്പോൾ ജ്യൂസ്, ഞാൻ ജ്യൂസ് വേണമെന്ന് അപ്പച്ചിയോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം ജലജ പറയുക, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ എന്ന് പറയുമ്പം എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം ജലജ പറയും, അതെന്താ മോളെ, മോൾക്ക് ആകെ വിഷമമാണോ, ആദർശ് വിളിക്കാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അവൻ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് വെറുതെ ഓരോന്ന് ചോദിക്കാനായിട്ട് വന്നേക്കുന്നു, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആദർശൻ്റെ മുന്നിലും പുറകിലും നിന്ന് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇപ്പം അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ സ്വഭാവം മാറിയത്. മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്. എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാനും
ആദർശേനും ഇതൊന്നും വിളിച്ച് പറഞ്ഞില്ല, അമ്മയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒന്നും നന്ദി നിങ്ങൾ ഞങ്ങളോട് തിരിച്ച് കാണിക്കില്ല എന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നയന കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനിക്ക് നന്ദുവിനെ കാണാതെ ഇരിക്കെ പൊറുതിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനിക്ക് നന്ദുവിനെ കാണണം. അതുകൊണ്ട് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി നേരെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി വെച്ചു. എന്നിട്ട് നന്ദുവിനെ വിളിക്കുവാണ്, ഞാനിങ്ങനെ പുറത്തുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അതുകൊണ്ട് ഞാൻ മതിൽ ചാടി അങ്ങോട്ട് വരുമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ എനിക്ക് കട്ടിലേ എഴുന്നേക്കാൻ പോലും പറ്റിയില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുമ്പം ഏതായാലും ഇവിടെ വന്നിട്ട് നിരാശപ്പെട്ട് തിരിച്ചു പോകാനൊന്നും ഞാനില്ല, ഞാൻ അങ്ങോട്ട് വരുക എന്ന് പറയും. എന്നിട്ട് ഇത്രയും ദിവസം നമ്മൾ കണ്ടത് ആ വീടിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് വഴി എല്ലാവരും കയറി പോകുന്നതല്ലേ, ഇന്ന് ആദ്യം ആ സ്റ്റെപ്പ് വഴി കയറി പോകുന്ന അനിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ മതിൽ ചാടുന്നതും കാണിക്കുന്നുണ്ട്. ഏത് സൈഡാണെന്നറിയില്ല, ഏതായാലും മതിൽ ചാടിയിട്ടുണ്ട്. അപ്പം മതിൽ ചാടി നേരെ നന്ദുവിൻ്റെ റൂമിൻ്റെ അവിടെ ചെല്ലുന്നു. എന്നിട്ട് ജനലെ കൊട്ടുവാണ്. അന്നേരം കട്ടിലേന്ന് എഴുന്നേക്കാൻ മേലെ എങ്കിലും പയ്യെ ചട്ടി തേന്ന് ജനൽ തുറക്കും. തുറന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് എനിക്ക്, നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ല, കാണാതെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പം, എടാ ചെറിയ ശബ്ദം കേട്ടാൽ പോലും അച്ഛനും അമ്മയൊക്കെ എഴുന്നേക്കും, പിന്നെ വലിയ പ്രശ്നമാകും കേട്ടോ എന്നൊക്കെ പറയുമ്പം, എന്ത് പ്രശ്നമായാലും ഞാൻ നിന്നെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയും. പിന്നെ ഇതാരാ ചേച്ചിയെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അതൊരു ക്രിമിനലാണ്, അവനകത്തായി, അവൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പുറത്തുണ്ട്, അവന്മാരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് അതിലൊരുത്തൻ്റെ പേരും പറയുന്നുണ്ട്, മുത്തു എന്നൊരുത്തൻ്റെ പേര്. അവൻ ഭയങ്കര ഡേഞ്ചറാണ്, അവനിങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടി വിഘ്നേഷും രാകേഷും ഒക്കെ വന്നായിരുന്നു, അവരും ചോദിച്ചതാണ് ഈ കാര്യം, ഞാൻ അവരോട് ഇതൊന്നും പറഞ്ഞില്ല, നിന്നോട് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിന് പറയുന്നുണ്ട്, നിനക്ക് വേദനിച്ചാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും നന്ദുവിന് ഭയങ്കര ടെൻഷനാണ്. അപ്പം നന്ദു പറയും, എടാ ഇത്രയും സമയം നീ ഇവിടെ നിന്നില്ലേ, എന്നെ കണ്ടില്ലേ, എനിക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ കാല് വേദന എടുക്കുമെന്ന് പറയുമ്പോൾ, നീ കട്ടിലേ പോയി കിടന്നു, ഞാനിവിടെ നോക്കിക്കൊണ്ട് നിന്നോളാന്ന് പറയുക. അന്നേരം നന്ദു ചോദിക്കും, നിനക്ക് എന്താ ഭ്രാന്താണോ, നീ ഒന്ന് പോടാ, അച്ഛൻ എഴുന്നേറ്റാൽ പ്രശ്നമാകുമെന്ന് പറയും. ഈ സമയം നമ്മുടെ ഗോവിന്ദനും കനകയും കിടന്ന് ഉറങ്ങുന്നു. ഇവരിത്രയും സംസാരിച്ച് കഴിഞ്ഞാണ് ഗോവിന്ദൻ ചാടുന്ന ശബ്ദം കേൾക്കുന്നത്. ഗോവിന്ദൻ ആരോ മതിൽ ചാടി ശബ്ദം കേൾക്കുന്നു, കനക ഒന്ന് എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. അന്നേരം കനക പറയുന്നുണ്ട്, വല്ല പൂച്ചയോ പട്ടിയോ ആയിരിക്കുമെന്ന്. അന്നേരം ഗോവിന്ദൻ പറയും, ഇപ്പം സ്വർണ്ണത്തിന് ഭയങ്കര വിലയാണ്, നയനമോള് മേടിച്ച് തന്ന സ്വർണ്ണമൊക്കെ ഷെൽഫിൽ ഇരിപ്പുണ്ട്, അതങ്ങനെ എടുക്കാൻ വല്ലവരും വന്നതാണെങ്കിലോ, അവിടെ നീ ഒന്ന് എഴുന്നേറ്റേ, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരൂടെ അത് നോക്കാൻ വേണ്ടി ഇറങ്ങി പോരുവാണ്. എന്നിട്ട് ഇവരുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പം നന്ദു അനിയോട് പറയും, എടാ നീ ഒന്ന് പെട്ടെന്ന് പോവും, അച്ഛനാന്ന് തോന്നുന്നു വാതിൽ തുറന്നു എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ എന്ന് ഞാൻ ഇനി പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോരുന്നു. അപ്പം വാതിൽ തുറന്ന് പുറത്തിറങ്ങി ടോർച്ചൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുവാണ് കനകയും ഗോവിന്ദനും കൂടി. അന്നേരം അനി അവിടെ കുറച്ച് നേരം ഒളിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് ഇവർ കാണാതെ ഇവരുടെ പുറകേക്കൂടെ തന്നെ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറും. എന്നിട്ട് നേരെ നന്ദുവിൻ്റെ റൂമിലോട്ട് വരുക. അന്നേരം നന്ദു ചോദിക്കും, നീ എന്തിനാ റൂമിൻ്റെ അകത്തോട്ട് കയറിയേ, ഇനി കള്ളം കയറി എന്ന് അച്ഛൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തും, ആകെ പ്രശ്നമാകും, നീ എന്തിനാ ഇതിനകത്തേക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നോളാം എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, നീ എത്ര സമയം ഇതിൻ്റെ അടിയിൽ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ, അവരെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങൂല്ലോ, അന്നേരം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്, ഇനി ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, ഇവിടെയും പ്രശ്നമാകും, നിൻ്റെ വീട്ടിലും പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പം, പ്രശ്നമായ അങ്ങ് ആകട്ടെ എന്ന് പറഞ്ഞ് അനി അവിടെ തന്നെ നിൽക്കുവാണ്. ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ നന്ദു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.